ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ 2025 SSLC എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം, നമ്പേഴ്സ് ഫ്രം 1 to 20 are written on paper slips and put in a box. If a slip is to be taken from it without looking, what is the probability that it is a prime number? What is the probability that it is a perfect square? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഒരു അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എന്ത്? അതൊരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള പേപ്പർ സ്ലിപ്പുകളാണ് ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇങ്ങനെ 20 പേപ്പർ സ്ലിപ്പുകളാണ് ബോക്സിലുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? നമ്മളൊരു കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്നൊരു പേപ്പർ സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. എന്താണ് പ്രൈം നമ്പർ? ഒരു സംഖ്യ പ്രൈം നമ്പർ ആവണമെങ്കിൽ ആ സംഖ്യയെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒന്നൊരിക്കലും ഒരു പ്രൈം നമ്പർ ആവില്ല. ഗ്രേറ്റർ ദാൻ 1 മുതലുള്ള നമ്പേഴ്സുകളാണ് പ്രൈം നമ്പർ ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 എടുക്കുകയാണ്. 2വിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതേപോലെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? 2/2 എത്രയാണ്? 1 ആണ്. 2/1 എത്രയാണ്? 2 ആണ്. ഇനി 3നെയും നമുക്ക് അതേപോലെ തന്നെ 3 കൊണ്ടും അതേപോലെ 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 3യും ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതേപോലെ 4നെ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, പിന്നെ 4നെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4ല് നമുക്ക് 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ആ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 4നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അതുപോലുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും പ്രൈം നമ്പേഴ്സ്? 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 4 അല്ല, കാരണം 4നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 5നെയും നമുക്ക് 5 കൊണ്ടോ അഥവാ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 5 എന്താണ്? പ്രൈം നമ്പർ ആണ്. 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 2 കിട്ടും. ഓക്കെ, അപ്പോ 6 എന്തല്ല? പ്രൈം നമ്പർ അല്ല. 7ും നമുക്ക് 7 കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 8ആണെങ്കിലോ 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8 എന്തല്ല? പ്രൈം നമ്പർ അല്ല. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ട് 9 പ്രൈം നമ്പർ ആണ്. 10നെയും നമുക്ക് 2 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 10ഉം പ്രൈം നമ്പർ അല്ല. 11നെയും നമുക്ക് 11 കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 12നെയോ 4 കൊണ്ടോ 3 കൊണ്ടോ 2 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് 12. അപ്പോൾ 12 പ്രൈം നമ്പർ അല്ല. അതേപോലെ 13നെയും നമുക്ക് 13നെ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് 13 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 14നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ 14 പ്രൈം നമ്പർ അല്ല. 15നെയോ 5 കൊണ്ടോ 3 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ട് 15 പ്രൈം നമ്പർ അല്ല. 16നെയോ 2 കൊണ്ടോ 8 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം. ഇനി 17നെ നമുക്ക് 1 കൊണ്ടോ അല്ലെങ്കിൽ 17 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 17 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 18നെയും ഇതേപോലെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 18 പ്രൈം നമ്പർ അല്ല. ഇനി 19 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ്? 19 ഒരു പ്രൈം നമ്പർ. ഇനി 20നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 20 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അപ്പോൾ 1 മുതൽ 20 വരെ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, 17, 19 എക്സെട്ര 19 എന്നിവയാണ് 1 മുതൽ 20 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ.
ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ പ്രൈം നമ്പർ, അഥവാ ഒരു അഭാജ്യ സംഖ്യ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, അഥവാ അനുകൂലമായ സംഭവങ്ങളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇവിടെ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ പേപ്പർ സ്ലിപ്സ്, എൻ ഓഫ് ടോട്ടൽ. ഇനി ഇവിടെ 1 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 8 ബൈ. ഇനി ഇവിടെ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 20. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ, അഥവാ ഒരു അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? 8/20 ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, അഥവാ പൂർണ്ണവർഗമാവാനുള്ള സാധ്യത എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് പോലെ തന്നെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നമുക്കറിയാം. എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 1, 4, 9, 16, 25 ഇവയെയാണ് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 20 വരെ എത്ര പൂർണ്ണവർഗങ്ങളുണ്ട്? 1, 4, 9, 16 ഇവയാണ് 1 മുതൽ 20 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? പ്രോബബിലിറ്റി അഥവാ സാധ്യത ഈക്വൽ ടു n ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അതായത് നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളുടെ എണ്ണം ബൈ n ഓഫ് ടോട്ടൽ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ്, ആകെയുള്ള കടലാസ് കഷണങ്ങളുടെ എണ്ണം. ഇനി എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? 1, 2, 3, 4 ബൈ ഇവിടെ ടോട്ടൽ എത്ര സ്ലിപ്പുകളാണ്? 20. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? 4/20. അടുത്ത ചോദ്യം, എ ബോക്സ് കണ്ടെയ്ൻസ് റെഡ് ആൻഡ് ബ്ലൂ ബീഡ്സ്. 16 out of them are red. If the probability of getting a red bead is 2/3, what is the total number of beads? What is the probability of getting a blue bead? If 4 red beads are removed from the box, what is the probability of getting a red bead? ഒരു പെട്ടിയിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള മുത്തുകളുണ്ട്. അതിൽ 16 എണ്ണം ചുവന്ന മുത്തുകളാണ്. പെട്ടിയിൽ നിന്ന് ഒരു മുത്തെടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത 2/3 ആണ്. ആകെ മുത്തുകളുടെ എണ്ണം എത്ര? നീല മുത്തു കിട്ടാനുള്ള സാധ്യത എത്ര? പെട്ടിയിൽ നിന്ന് 4 ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റിയാൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ചുവന്ന മുത്തുകളും നീല മുത്തുകളും ഉണ്ട്. അതിൽ 16 എണ്ണം ചുവന്ന മുത്തുകളാണ്. അതായത് നമ്പർ ഓഫ് റെഡ് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഈസ് 2/3, ആ ബോക്സിൽ നിന്നും ഒരു ചുവന്ന മുത്ത് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? പി ഓഫ് റെഡ് ഈക്വൽ ടു 2/3 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അഥവാ ആകെ മുത്തുകളുടെ എണ്ണം എത്ര? n ഓഫ് ടോട്ടൽ. n ഓഫ് ടോട്ടൽ ആണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താ? പി ഓഫ് റെഡ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്, ചുവന്ന മുത്ത് കിട്ടാനുള്ള ചാൻസ് 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് റെഡ് കാണുക? നമ്പർ ഓഫ് റെഡ് ബീഡ്സ് n ഓഫ് റെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബീഡ്സ്, അഥവാ ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ ആകെ മുത്തുകളുടെ എണ്ണം.
ഈക്വൽ ടു നമ്പർ ഓഫ് റെഡ് ബീഡ് എത്രയാണ് 16 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൻ ഓഫ് ടോട്ടൽ. ഇത് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? പി ഓഫ് റെഡ് 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 16/n ഓഫ് ടോട്ടൽ ഈക്വൽ ടു 2/3 ആണ്. ഇതിൽ നിന്ന് നമ്മൾ എൻ ഓഫ് ടോട്ടൽ അഥവാ നമ്പർ ഓഫ് ടോട്ടൽ ബീഡ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? നമുക്കറിയാം A/B ഈക്വൽ ടു C/D. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. A ഇൻറ്റു D ഈക്വൽ ടു B ഇൻറ്റു C. A ഇൻറ്റു D ഈക്വൽ ടു B ഇൻറ്റു C. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. അതേപോലെ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാണ്. 16 ഇൻറ്റു 3 എത്രയാണ്? 48 ഈക്വൽ ടു 2 ഇൻറ്റു എൻ ഓഫ് ടോട്ടൽ. ഇനി therefore എൻ ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 48/2. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 48/2 എത്രയാണ്? 24. അപ്പൊ നമുക്ക് എൻ ഓഫ് ടോട്ടൽ 24 കിട്ടി. അതായത് നമ്പർ ഓഫ് ടോട്ടൽ ബീഡ്സ്, ആകെയുള്ള മുത്തുകളുടെ എണ്ണം എത്രയാണ്? 24 ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? നീലമുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഇവിടെ ഇപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? നമ്പർ ഓഫ് റെഡ് ബീഡ്സ് എത്രയുണ്ട്? അതായത് ചുവന്ന മുത്തുകളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. ഇനി എൻ ഓഫ് ടോട്ടൽ അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെയുള്ള മുത്തുകളുടെ എണ്ണം എത്രയാണ്? 24. അപ്പോൾ ഒരു ബോക്സിൽ റെഡും ബ്ലൂവും ബീഡ്സുകൾ അഥവാ ചുവന്നതും നീലയും മായ മുത്തുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിലെ ചുവന്ന മുത്തുകളുടെ എണ്ണം 16ഉം ആകെയുള്ള മുത്തുകളുടെ എണ്ണം 24ഉം ആണെങ്കിൽ നീല മുത്തുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 24ൽ നിന്നും ചുവന്ന മുത്തുകൾ കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു ബോക്സ് ആണെങ്കിൽ ഈ ബോക്സിൽ 16 ചുവന്ന മുത്തുകളും 8 നീല മുത്തുകളും ഉണ്ട്. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്, നീല മുത്ത് കിട്ടാനുള്ള സാധ്യത. എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? നമ്പർ ഓഫ് ബ്ലൂ ബീഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ബീഡ്സ്. നീല മുത്തുകളുടെ എണ്ണം ബൈ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. ഇവിടെ നീല മുത്തുകളുടെ എണ്ണം എത്രയാണ്? 8. ഇനി ആകെയുള്ള മുത്തുകളുടെ എണ്ണം 16ഉം 8ഉം കൂട്ടിയാൽ 24. അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ് അഥവാ നീലമുത്ത് കിട്ടാനുള്ള സാധ്യത 8/24 ആണ്. ഇനി അടുത്ത ചോദ്യം, ഇഫ് 4 റെഡ് ബീഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോക്സ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? പെട്ടിയിൽ നിന്ന് 4 ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റിയാൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെട്ടി. അതിൽ 16 ചുവന്ന മുത്തുകളും 8 നീല മുത്തുകളും ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 16 ചുവന്ന മുത്തുകളിൽ നിന്നും 4 എണ്ണം എടുത്തു മാറ്റണം. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവും? 16ൽ നിന്നും 4 എണ്ണം പോയാൽ 12 ചുവന്ന മുത്തുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോക്സിൽ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക? 12 ചുവന്ന മുത്തുകളും ഉണ്ടാവും, 8 നീല മുത്തുകളും ഉണ്ടാവും. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? ഇതിൽ നിന്ന് ഒരു ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത. പി ഓഫ് റെഡ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് റെഡ് ബീഡ്സ്, അതായത് നമ്പർ ഓഫ് റെഡ് ബീഡ്സ്, ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ എൻ ഓഫ് ടോട്ടൽ, ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് അഥവാ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. ഇവിടെ നമ്പർ ഓഫ് റെഡ് ബീഡ്സ് എത്രയാണ്? 12 ചുവന്ന മുത്തുകൾ ബൈ എൻ ഓഫ് ടോട്ടൽ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 12ഉം 8ഉം കൂട്ടിയാൽ 20. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് അഥവാ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത 12/20 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2024 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്